ജോലിക്കാരി ഉണ്ടെന്ന് പേര്. ഒക്കെ മറ്റുള്ളവർ ചെയ്യണം. ശമ്പളം മാത്രം കൃത്യം. 100 കൂട്ടം കാര്യം പറഞ്ഞ അവധി. ആ പോട്ടടോ, അവരും മനുഷ്യരല്ലേ. ഗുഡ് മോർണിംഗ് പപ്പ. ഗുഡ് മോർണിംഗ് മോനെ. പപ്പ, ഞാൻ ഇന്നലെ പറഞ്ഞത് കൊണ്ടുവന്നു. അയ്യോ, കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞാണ് മറക്കരുതെന്ന്. ഡാ അരുൺ, ബെഡ്റൂമിൽ ചെന്ന് പപ്പയുടെ ബ്രീഫ് കേസ് ഒന്ന് തുറന്നു. ലാളിച്ച് പിള്ളേരെ വഷളാക്കി കളയും. ഞാൻ ഇന്നലെ അവന്റെ സാറിനെ കണ്ടിരുന്നു. എന്ത് അഭിപ്രായമാണ് അവനെ കുറിച്ച്? ആ സന്തോഷമാണ് ഈ ഗിഫ്റ്റ്. ഇത് കണ്ടോ അമ്മേ, ഹാരി പോട്ടറിന്റെ പിസി ഗെയിം. ഓ, അത് ഞാൻ ഇന്നലെ കണ്ടതല്ലേ. ആ മോക്ക് പപ്പയില്ലടാ. പോരെ? എന്നാ മോള് കണ്ണുപൊത്ത്. കണ്ണുപൊത്ത്. പപ്പ തന്നാ പോരെ? ഷുവർ. മതി മതി മതി. അരുൺ അനിത, വേഗം കുളിച്ച് റെഡിയാവ്. സ്കൂളിൽ പോണ്ടേ? അല്ല സാറേ, ആർജി ഇന്റർനാഷണൽ ജോലി മതിയാക്കിയോ? പോണ്ടേ? ഹരിയൻ കൽപ്പന പോലെ. വൈകിട്ട് നേരത്തെ എത്തുവോ? അമ്പലത്തിൽ പോണം. At what time? Around 7:30. Okay. പപ്പാ, ദാ വരുന്നു മോനെ. ബൈ. Morning, sir. Morning, sir. Morning. Good morning, sir. Morning. Hello. Hello. Sir, Mr. Kulkarni from Mumbai. കൊടുക്കൂ. Sir. Hello, Mr. Kulkarni. Hello. I was waiting for your call. Next consignment will be sending by the end of this month. What happened? We had a major fire in our factory and we have stopped all the production for the time being. Sorry for the inconvenience. Okay. Okay. Have a nice day. Bye. Yes, come in. ഹലോ, ഐ എം നിഷ മേനോൻ, ഇന്ന് ചാർജ് എടുത്ത മാർക്കറ്റിംഗ് മാനേജർ. I am Radish. Nice meeting you. ഇരിക്കൂ. താങ്ക്സ്. ഫോർമാലിറ്റീസ് ഒക്കെ വിടുന്നു. വർക്ക് ലോഡ് കുറയ്ക്കാൻ ഒരാളെ കൂടി വേണമെന്ന് കുറേ കാലമായി ഞാൻ എം ഡിയോട് പറയുന്നു. ഏതായാലും ജോയിൻ ചെയ്തതിൽ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ബൈ ദ ബൈ, കമ്പനിയുടെ എക്സ്പോർട്ട് മാർക്കറ്റിനെ പറ്റി മിസ്റ്റർ രതീഷ് വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഡൊമസ്റ്റിക് മാർക്കറ്റിലെ വർക്ക് ലോഡ് തന്നെ ആവശ്യത്തിലധികമുണ്ട്. പിന്നെ എങ്ങനെ എക്സ്പോർട്ടിൽ ശ്രദ്ധിക്കാൻ പറ്റും? ഇനിയിപ്പം നിഷ മേനോൻ. യെസ്, മിസ് നിഷ ഉണ്ടല്ലോ. എനിക്കിവിടെ അത്ര താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല.
പല വിദേശ രാജ്യങ്ങളിലും നല്ല നല്ല ഓഫറുകൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഈ കമ്പനിയുടെ ഭാരിച്ച ശമ്പള വാഗ്ദാനം. അതിനെല്ലാം ഉപരി എൻ്റെ അച്ഛൻ്റെ നാടായ ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ കുറച്ച് നാളൊരു അവധിക്കാലം. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ദാ ഇതുപോലെ പതപ്പിക്കും. എന്തൊരു ജാട. സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വന്നാണെന്ന ഭാവം. ആരെക്കുറിച്ചാണാവോ? കമ്പനി ഒരു വിദഗ്ധയെ കൊണ്ടുവന്നിട്ടുണ്ട്. താനെന്താ ചിരിക്കുന്നേ? അല്ല, കമ്പനി കാര്യങ്ങളെക്കുറിച്ചോ അവിടുത്തെ ജോലിക്കാരെക്കുറിച്ചോ സാധാരണ ഒന്നും പറയാത്ത ആള് ഇന്നിങ്ങനെ ഭാവമാറ്റം കണ്ട് ചിരിച്ചതാണേ. വാച്ച്മാന്റെ നാവി പോലെ ഇപ്പൊ അവളാ. ഈ നാട്ടിൽ ആരും ഇല്ലാത്ത പോലെ. കോംപ്ലക്സ് അല്ലാതെന്താ? കോംപ്ലക്സോ? എനിക്കോ? എൻ്റെ സ്ഥാനം അന്നും ഇന്നും ഒരുപോലെ തന്നെയാ. പല കമ്പനിക്കാരും എന്നെ അന്വേഷിക്കാറുള്ളത് ഞാൻ പറഞ്ഞ് താൻ അറിയണ്ടല്ലോ. എന്നിട്ടും പോകാത്തതാണ് ആത്മാർത്ഥത. അതില്ലാത്തവരെ എങ്ങനെ ചാടി ചാടി നടക്കുന്നത്? എന്ത് പ്രായം വരും? ഒരു 28 കടക്കില്ല. ഉം, അതൊന്നും അല്ല. വന്ന പാടെ എന്നോട് ചോദിക്കുക, മിസ്റ്റർ രതീഷ് എന്തേ എക്സ്പോർട്ട് മാർക്കറ്റിൽ ശ്രദ്ധിക്കാത്തതെന്ന്. എന്താ ഇവളുമാരുടെയൊക്കെ വിചാരം? ഇംഗ്ലണ്ടിൽ നിന്നൊരു ഡിഗ്രി എടുത്താൽ എല്ലാം ആയിന്നോ? ഇവരൊന്നും ഇവിടെ ഷൈൻ ചെയ്യാൻ പോകുന്നില്ല. അരുതാത്ത മുൻവിധി, അതും ഒരു സ്ത്രീയെക്കുറിച്ച്. താൻ ഒരു പെണ്ണല്ലേ? നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ്, പല കമ്പനികളുടെയും ലീഗൽ അഡ്വൈസർ. എന്നിട്ടും വേണ്ട വേണ്ട, അത്രയ്ക്കങ്ങ് പൊക്കണ്ട. പൊക്കലല്ലടോ, സത്യം. നേക്കഡ് ട്രൂത്ത് മൈ ഡിയർ. അയ്യോ, ബോയ്ഫ്രണ്ട് എന്റെ ദോശ. ഓഹോ, അപ്പൊ കോളേജിൽ എനിക്കുണ്ടായിരുന്ന 3-ാം പേര് താൻ ഇനിയും മറന്നിട്ടില്ല അല്ലേ? അസൂയ. ആട്ടെ, അന്ന് എന്നിൽ മാത്രം കണ്ട സ്പെഷ്യൽ എന്തായിരുന്നു? എൻ്റെ അമ്മ തമ്പുരാട്ടി, ദ മദർ, ദ ഗ്രേറ്റ് മദർ. അപ്പോ ഒരമ്മയായിരുന്നു സാർ അന്വേഷിച്ചിരുന്നത്. എവറിത്തിങ് ഇൻ വൺ. അയ്യോ, മണി 10:30 എനിക്കിന്ന് കോടതിയുണ്ട്. താൻ ഇന്ന് പോകണ്ടടോ. അതെന്താ? ഞാനിന്ന് പോണില്ല. വൈ? നമുക്കിന്ന് ഇവിടെ കൂടാ. അയ്യടാ, മോന് കെട്ടുപ്രായമായി. അപ്പോഴാ അച്ഛന്. യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. കേട്ടിട്ടില്ലേ? കവിതയും പാടി സാർ ഇവിടെ ഇരുന്നോ, എനിക്ക് പോണം. എടോ സർ, കാഞ്ചീപുരം ബനാറസ് സാരികളൊക്കെ വിപണിയിൽ സജീവമായതുപോലെ നമ്മുടെ നാട്ടിലെ കൈത്തറി തുണികൾ എന്തുകൊണ്ട് ലോകവിപണിയിൽ എത്തിച്ചുകൂടാ? കമ്പനിക്ക് ഇഷ്ടമാണെങ്കിൽ എക്സ്പോർട്ട് നമുക്ക് ആദ്യം അമേരിക്കയിലേക്ക് തന്നെയാവാം. US ഹിൽ ആൻഡ് കമ്പനിയുടെ കീമാൻ വൺ മിസ്റ്റർ ക്രിസ്റ്റഫർ നോട്ടൺ ആണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അയാൾ. ഇന്ത്യയിലെ കോട്ടൺ തുണിത്തരങ്ങളോട് താല്പര്യമുള്ള ആളുമാണ്. എനിക്ക് കിട്ടിയ ഇമെയിൽ ശരിയാണെങ്കിൽ he is going to be here in Kerala next week. Great. Radish, what do you think? Good. Really good. Mr. Radish, നിങ്ങൾ രണ്ടാളും ആ കോൺഫറൻസിൽ പങ്കെടുക്കുന്നു. Be ready to go. Yes, sir. Very good. എന്താ ഒരു ആലോചന? പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും എന്തോ ഉണ്ട് അല്ലേ? വീണ്ടും ഒരു ടൂർ പ്രോഗ്രാം. അതാണോ ഇത്ര വലിയ ആലോചന? കമ്പനിയിൽ ഇരിക്കുന്നതിനേക്കാളും നാടോടി നടക്കാനായിരുന്നല്ലോ താല്പര്യം. ഇപ്പോഴെന്തു പറ്റി? തന്നെയും കുട്ടികളെയും വിട്ട് മാറി നിൽക്കാൻ ഇപ്പം എന്തോ ഒരു... പിന്നെ കൂടെ ആ പുതിയ പാർട്ടിയുണ്ട്. അങ്ങനെ വരട്ടെ. അപ്പോ അതാണ് സംഗതി. കോംപ്ലക്സ് തലപൊക്കുന്നു. ശോ, താൻ വീണ്ടും... എടോ ഭാര്യയെ, ഇത്രയും കാലമായിട്ടും താൻ എന്നെ മനസ്സിലാക്കിയില്ലേ? പിന്നെ മാർക്കറ്റിങ്ങിൽ 2 മാനേജേഴ്സ്. ആദ്യമൊക്കെ ചെറിയൊരു നീരസം ഉണ്ടായിരുന്നു. ബട്ട് ബട്ട് ഷീ ഈസ് ബ്രില്യൻറ്റ്.
എന്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെയാ കേക്കണേ. കീരിയും പാമ്പും ഒരു കൂട്ടിലായോ? മുമ്പ് എന്തൊക്കെ അതിനെപ്പറ്റി പറഞ്ഞേ? ആള് ശരിയല്ല, ജാടക്കാരി. സ്വഭാവത്തിലല്ല, ജോലിയിൽ നിഷ ഇപ്പോൾ എന്നേക്കാൾ ഒരു പടി മുന്നില. അവളുടെ വ്യക്തിബന്ധം, പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. ആരാധനയും തോന്നി തുടങ്ങിയോ? അതല്ല, കമ്പനിയുടെ വളർച്ച എല്ലാവർക്കും ഗുണം ചെയ്യും. ഉള്ള കഴിവിനെ അംഗീകരിച്ചേ പറ്റൂ, അതാരായാലും. അത് ശരിയാ. ആ, നാളെ പോകാനുള്ളതല്ലേ? ഉം. ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു വെക്കാം. Come in. ഹലോ രതീഷ്, വെൽക്കം. എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇന്ന് സൺഡേ ആണെങ്കിലും നമുക്ക് രക്ഷയൊന്നുമില്ലടോ. ഐ എം ഓൺ ഡ്യൂട്ടി നിഷ. MD വിളിപ്പിച്ചിരുന്നു. 1 VVIP ഈസ് വിസിറ്റിംഗ് അവർ ഓഫീസ് ടുമോറോ. അതിൻ്റെ പ്രിപ്പറേഷൻസിനാ. ആ പിന്നെ ആ ഹിൽ ആൻഡ് കമ്പനിക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ MOUയിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. പേജ് നമ്പർ 6 പാരഗ്രാഫ് 3 റൈറ്റ്? ഓ ഗ്രേറ്റ്. ആ പിന്നെ നാളത്തെ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്യണം. തീർച്ചയായും. ഇഫ് യു ആർ ബിസി വി ക്യാൻ മേക്ക് ഇറ്റ് ഏർലി ഇൻ ദ മോർണിംഗ്. ഓ നോ നോ, പ്രോബ്ലി ഐ നീഡ് എ ബ്രേക്ക്. ആ, there's a good news for you. മിസ്റ്റർ നോട്ടർ എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. He is absolutely happy with our discussions. Tuesday agreement സൈൻ ചെയ്യാന്ന്. ഓ മൈ ഗാഡ്, ഇൻക്രെഡിബിൾ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. കോടികളുടെ ഓർഡർ ഈ കൊച്ചു കേരളത്തിൽ എത്തിച്ചതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും നിഷയ്ക്കാണ്. താങ്ക് യു. പക്ഷേ ക്രെഡിറ്റ് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. രതീഷിന്റെ ഡെമോൺസ്ട്രേഷൻ കണ്ടിട്ട് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വക്കീൽ കോട്ട് അണിയാതെ മാർക്കറ്റിംഗിലേക്ക് തിരിഞ്ഞതിന്റെ രഹസ്യം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഓഹോ, എന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ദാറ്റ്സ് ദ വേ ഐ വർക്ക്. ആ, ഫുഡ് കഴിച്ചോ? ഇല്ല. എന്നാ പിന്നെ ഒരുമിച്ചായിക്കൂടെ? വൈ നോട്ട്? കം. ആ ബോയ് ഫ്രണ്ടിന് ഹരം വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ? ഹരം തിയറിയും 3 പേരും ഞാനിങ്ങനെ മനസ്സിലാക്കിയെന്നായിരിക്കും ചിന്ത, അല്ലേ? യെസ്. കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുക നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമല്ലേ? നിഷ, കെൻ ഐ ആസ്ക് യു എ പേഴ്സണൽ ക്വസ്റ്റ്യൻ പ്ലീസ്? യെസ്. നിഷ ഇതുവരെ നിഷയുടെ ഫാമിലിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചപ്പോഴൊക്കെ വളരെ സമർത്ഥമായി ഒഴിഞ്ഞു മാറി. ഞങ്ങൾ പിരിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞു. വിനോദ് കാനഡയിൽ സ്ഥിരതാമസമാക്കിയ ഒരു മെറൈൻ എഞ്ചിനീയർ. പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾക്ക് വേണ്ടത് ഒരു പുരുഷനെ തന്നെയാണെന്ന്. ആ ബന്ധം അങ്ങനെ അങ്ങ് അവസാനിക്കുകയായിരുന്നു. അതൊക്കെ പോട്ടെ. അന്ന് ആ ബന്ധം ഒഴിഞ്ഞത് എന്തായാലും നന്നായി. അതിലെനിക്ക് ദുഃഖമില്ല. എന്റെ വിദേശ ജീവിതത്തിന്റെ സംഭാവനയായിരിക്കാം എന്റെ ഡിവോഴ്സ്. ഐ എം സോറി. നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്.
വാസ്തവത്തിൽ എനിക്ക് ഇന്ത്യയോടുള്ള ഇഷ്ടത്തിന് പ്രധാന കാരണം കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പാണ്. ഇറ്റ്സ് റിയലി മാർവലസ്. എനിക്കതിന് കഴിയുന്നില്ലെങ്കിലും I missed everything in life. ജീവിതത്തിൽ എൻ്റെ എല്ലാമായിരുന്നു എൻ്റെ ഫാദർ. എൻ്റെ അമ്മ അച്ഛൻ ജീവിച്ചിരിക്കെ തന്നെ മറ്റൊരാളുടെ കൂടെ പോയി. അമ്മ പോയ വഴി മകൾക്കുണ്ടാവരുതെന്ന് ഒരുപാട് അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. അച്ഛൻ മകൾക്ക് കണ്ടെത്തിയ ബന്ധം തകർന്നു പോയത് ആ കൺമുമ്പിൽ വെച്ചായിരുന്നു. പിന്നീട് അച്ഛൻ അതേ കാലം ജീവിച്ചില്ല. അമ്മയുടെ വേർപാടും എന്റെ ദാമ്പത്യത്തിന്റെ തകർച്ചയും അച്ഛന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. My father, he was really great. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല രതീഷ്. ഇന്നുള്ള ഈ നിശ വാസ്തവത്തിൽ എനിക്ക് പോലും അപരിചിതയാ. ഒരുപക്ഷെ എന്റെ തകർന്ന ദാമ്പത്യം, അച്ഛന്റെ മരണം, പല രാജ്യങ്ങളിലെ ജോലി എല്ലാം കൂടി എന്നെ ഇങ്ങനെ ആക്കി തീർത്തു. I didn't know that you have such a miserable past. It's all right. It's all my fate. I'm trying to get out of this habit also. Wonderful. Really wonderful. I will also help you to do that. എന്താ സുഖമില്ലേ? ഏയ്, നല്ല ക്ഷീണം. എന്നാ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. പപ്പാ, സ്കൂളിലേക്കുള്ള ഡ്രസ് എവിടെ? അയ്യോ, മറന്നുപോയി മോളെ. നാളെ വാങ്ങിത്തരാം. നാളെയാണ് സ്കൂൾ ഡേ. ഈ പപ്പ എന്നെ പറ്റിച്ചു. ഐ എം സോറി മോളെ, വളരെ തിരക്കായിരുന്നു. മോളെ, അവൾ ഒരുപാട് പ്രതീക്ഷിച്ചു. പാവം. വിളിച്ചപ്പോ ഞാനും ഓർമ്മിപ്പിച്ചതല്ലേ. എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞില്ലേ, സമയം കിട്ടില്ല. ഒന്നും കഴിച്ചതല്ലല്ലോ. ഫ്രഷ് ആയിട്ട് വരൂ, ഞാൻ വിളമ്പി വെക്കാം. വേണ്ട, ഞാൻ കഴിച്ചതാ.
ഉറങ്ങിയോ? ഏയ് ഇല്ല. Come in. Oh my God, you're looking gorgeous. Thank you, Ratish. നിഷയ്ക്ക് ഇങ്ങനെ ഒരു മുഖോ? യെസ്. ഇനി ഞാൻ രതീഷിനെ വീണ്ടും ഞെട്ടിക്കാൻ പോവാ. എന്താ പറയൂ. ഞാൻ 2 ദിവസത്തേക്ക് ആലപ്പുഴയ്ക്ക് പോകുന്നു. ആലപ്പുഴയ്ക്കോ? അതെ, എന്റെ അച്ഛന്റെ നാട്ടിലേക്ക്. സ്ഥലപ്പേരും വീട്ടുപേരും മാത്രമേ എനിക്കറിയൂ. ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കണം. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? രതീഷിന് അറിയാലോ, ജീവിതത്തിൽ എനിക്ക് എല്ലാം എൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ ജനിച്ച വീടും അവിടുത്തെ സർപ്പക്കാവും ഒക്കെ കാണാൻ എനിക്ക് വല്ലാത്തൊരാഗ്രഹം തോന്നി. ബ്രില്യൻ്റ് ഐഡിയ. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. മേ ഐ കം അലോങ് വിത്ത് യു? നോ രതീഷ്, ദിസ് ഈസ് സംതിങ് വെരി പേഴ്സണൽ. നിഷ എന്നെ വെറുമൊരു അന്യനായി കാണുന്നു അല്ലേ? അതല്ല, അത് വേണോ രതീഷ്? വേണം. ഓക്കെ. ആരാ? കമലാക്ഷി മുത്തശ്ശിയല്ലേ? കുറച്ച് ഉറക്കെ പറയണം, എന്നാലേ കേക്കൂ. കമലാക്ഷി മുത്തശ്ശിയല്ലേന്ന്? ആ അതെ അതെ. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ ലക്ഷ്മിക്കുട്ടിയുടെ മോന്റെ മോളാ. പേര് നിഷ.
ആരെ? നമ്മള് മൂന്തന്റെയോ? അതെ. ഇങ്ങ അടുത്തു വാ കുട്ടിയെ. ഈ മകരത്തില് 92 വയസ്സാകുമായിരുന്നു ചേച്ചിക്ക്. എന്നേക്കാൾ 10 വയസ്സിന് മൂപ്പാ. നിന്റെ അച്ഛൻ്റെ കാര്യം ഞാൻ അറിഞ്ഞു. വിധിയെന്ന് സമാധാനിക്കുക, അല്ലാതെ എന്താ? എല്ലാ കാര്യവും രവി പറയാറുണ്ട്. എൻ്റെ മോനെ, അവനൂടെ പോലീസിലാ. എല്ലാരും പോയി. എൻ്റെ ഗുരുവായൂരപ്പ, നീ എന്നെ മാത്രം വിളിക്കണില്ലല്ലോ. കേറിയിരിക്കൂ. ആ. വാ മോളെ. മോൾക്ക് എവിടാ ജോലി? കാനഡയിലായിരുന്നു, ഇപ്പൊ കേരളത്തിലുണ്ട്. മോളുടെ ഭർത്താവിനോ? ഒരു കമ്പനിയിലാ മുത്തശ്ശി. നല്ലത് വരട്ടെ. ആ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ ആ മുറിയിൽ വെച്ചോളൂ. അയ്യോ, ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോണം. പിന്നെ നമ്മുടെ സർപ്പക്കാവിലൊന്ന് പോയി തൊഴണമെന്നുണ്ട്. അതിനെന്താ, പോകാലോ കുട്ടി. ഒക്കെ കാട് പിടിച്ച് കിടക്കുക. മാസത്തിലൊരിക്കൽ വരണ്ടി വൃത്തിയാക്കി ഒരു തളിച്ചുകൊട, അത്ര തന്നെ. മുത്തശ്ശി, ഞങ്ങൾക്കൊരു തളിച്ചുകൂടം നടത്തണം. നടത്താം, പക്ഷേ ഇന്നിന് പറ്റില്ല. നാളെ അതിനുള്ള ഏർപ്പാട് ചെയ്യാൻ കൃഷ്ണനോട് പറയാം. അയ്യോ, ഞങ്ങൾക്ക് ഇന്ന് തന്നെ മടങ്ങണമായിരുന്നു. തളിച്ചുകൂട നടത്തണമെങ്കിൽ നാളെയേ പറ്റൂ. നിഷ, ധൃതി വെക്കണ്ട. ഇനി നാളെ പൂജ കഴിഞ്ഞു പോവാം. ഉം. ഈശ്വരാ. ആ, ഞാനിവിടെ ഒറ്റയ്ക്കാ താമസം. രവി തൊട്ടടുത്ത് തന്നെയാണേ. അവിടെ നിന്ന് എനിക്ക് കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുവരും. ആ, എടാ കൃഷ്ണ, നീ എവരെ അറിയോ? നമ്മുടെ ലക്ഷ്മി ഏട്ടത്തിയുടെ മോൻ്റെ മോളാ. അല്ലെങ്കിൽ തന്നെ നീ എങ്ങനെ അറിയാനാ? ആ, പിന്നെ നീ ചെന്ന് ദാമോദരൻ പൊറ്റിയോട് മകനെയും കൂട്ടി നാളെ തളിച്ചുകൊടയ്ക്ക് വരാൻ പറയണം. പിന്നെ ആ കാവെല്ലാം അടിച്ച് വൃത്തിയാക്കുകയും വേണം. ചെല്ല്. ശരി അമ്മച്ചി. 4-5 കാവുണ്ടായിരുന്ന വലിയൊരു തറവാടായിരുന്നു ഇത്. മുത്തശ്ശി നേരത്തെ ഉറങ്ങിയെന്ന് തോന്നുന്നു. അല്ലെങ്കിലും നാട്ടിൻ പുറത്തെ ദിവസങ്ങൾക്ക് നീളം കുറവല്ലേ? ശരിയാണ് നിഷ. ശരിക്കും താൻ എനിക്കൊരു വിസ്മയമാവുകയാണ് ഓരോ നിമിഷവും. തറവാടിനോടും അച്ഛനോടും നമ്മുടെ റിച്വൽസിനോടൊക്കെ ഉള്ള താല്പര്യം കാണുമ്പോൾ സത്യത്തിൽ കേരളത്തിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് പോലും ഇത്രയും തീവ്രതയില്ല. ഇവിടെ കാവുകളൊക്കെ വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് നമ്മുടെ അറിവ് കേട്. കാവുകളുടെ റിലീജിയസ് ആസ്പെക്ട്സിനുള്ള അത്രയും പ്രാധാന്യം തന്നെയുണ്ട് അതിൻ്റെ ഇക്കോളജിക്കൽ ആസ്പെക്ട്സിനും. ഇറ്റ്സ് എൻ എവർഗ്രീൻ പാച്ച് ഓഫ് ഫോറസ്റ്റ്, വെരി വെൽ വിത്തിൻ ദ റീച്ച് ഓഫ് അവർ ഹോം. വാട്ട് എ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. We don't realize what all things we are missing.
യാ ദാറ്റ്സ് ട്രൂ. നിഷ, ഉം. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു. എന്താ? ഈ വീടും പരിസരമൊക്കെ എവിടെയോ കണ്ട് മറന്ന പോലെ ഇവിടെ വളരെ കാലം ജീവിച്ചൊരു പ്രതീതി. സർപ്പക്കാവ് പോലും വളരെ ഫെമിലർ ആയിരിക്കുന്നു. എന്തോ വല്ലാത്തൊരു ആത്മബന്ധം പോലെ. ഒരുപക്ഷെ മുജ്ജന്മത്തിൽ എപ്പോഴെങ്കിലും ഞാനും ഇവിടെയായിരിക്കും ജനിച്ചത് അല്ലേ? അന്നൊരു പക്ഷേ നിഷേൻ്റെ നിഷ എൻ്റെ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നിരിക്കണം. നിഷ എന്താ ആലോചിക്കുന്നത്? നിഷ, what happened? ഒന്നുമില്ല. Tell me, Nisha, what happened? ഒരു നിമിഷം ഞാൻ എൻ്റെ അച്ഛനെ ഓർത്തുപോയി രതീഷ്. ഈ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു വലിയ പന്തലിട്ട് എൻ്റെ കല്യാണം നടത്തണമെന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നു. വിനോദിന്റെ വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് അത് നടന്നില്ല. ജീവിതം അങ്ങ് കാനഡയിലായിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛൻ എന്നും ഒരു തനി നാട്ടിൻപുറത്തുകാരനായിരുന്നു. അമ്മ പിരിഞ്ഞതിന് ശേഷം ആ നൊസ്റ്റാൾജിയ കൂടിയതേ ഉള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്നു, അച്ഛൻ തീരുമാനിച്ചുറപ്പിച്ച എന്റെ മാരേജ് ഡിവോഴ്സായ അന്ന് രാത്രി എന്നെ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞത് ഞാൻ എങ്ങനെ മറക്കട്ടെ ദിഷ്?